2020 ലോകകപ്പ് സെമിയിൽ ഭാരതത്തിനെതിരെ ഇംഗ്ലണ്ടിന് 254 റൺസ് വിജയലക്ഷ്യം. മറുപടിയിൽ 4 വിക്കറ്റ് നഷ്ടമായെങ്കിലും 10 ഓവറിൽ 119 റൺസ് എടുത്തു ഇംഗ്ലണ്ട്. 19 പന്തിൽ 50 റൺസ് പിന്നിട്ട ബദീൽ ക്രീസിലുണ്ട്. ഒപ്പം നേരത്തെ 42 പന്തിൽ 89 റൺസ് അടിച്ച സഞ്ജുവാണ് ഭാരതത്തെ വൺ സ്കോറിലെത്തിച്ചത്. വിവരങ്ങളുമായി VS കൃഷ്ണരാജ് ചേർന്നുണ്ട്. കൃഷ്ണരാജ്, പ്രതീക്ഷകൾ വാനോളമാണ് ഇപ്പോഴും ഉണ്ട്. ഇംഗ്ലണ്ടിന് ഭാരതത്തിന് കൂറ്റൻ സ്കോറിനെ മറികടക്കാൻ സാധിക്കുമോ? എന്തൊക്കെ കടമ്പകളാണ് ഇനി അവരുടെ മുന്നിലുള്ളത്? അശ്വതി, ഒരുപക്ഷെ വളരെ പെട്ടെന്ന് 1-2 വിക്കറ്റുകൾ വീഴ്ത്തിയില്ലെങ്കിൽ ഭാരതത്തിന് ആശങ്കയുടെ നിഴലിലേക്ക് മാറി നിൽക്കേണ്ടി വരും. കാരണം ഇനി 42 പന്തിൽ 94 റൺസ് മതി ഇംഗ്ലണ്ടിന്. ഇപ്പോൾ അവരുടെ ബാറ്റിങ്ങിൽ ക്രീസിൽ നിൽക്കുന്ന 2 പേർ, ജേക്കബ് ബഥേലും വിൽ ജാക്സും മികച്ച ഫോമിലാണ്. തുടരെ ബൗണ്ടറികൾ അടിക്കുന്നു. 29 പന്തിൽ 69 റൺസ് എടുത്ത് ജേക്കബ് ബഥേൽ ക്രീസിലുണ്ട്. ഒപ്പം വിൽ ജാക്സ് 19 പന്തിൽ 35 റൺസ് എടുത്ത് ക്രീസിലുണ്ട്. ഭാരതത്തിൻ്റെ ബൗളർമാർ തുടരെ തല്ലുവാങ്ങുന്നുണ്ട്. വരുൺ ചക്രവർത്തി 3 ഓവറിൽ 51 റൺസാണ് വഴങ്ങിയത് എന്ന് ഓർമ്മ വേണം. അക്സർ പട്ടേൽ 3 ഓവറിൽ 35 റൺസ്, ഹാർദിക് പാണ്ഡ്യ 3 ഓവറിൽ 29 റൺസ്, ആഷ്ദീപ് സിംഗ് 2 ഓവറിൽ 26 റൺസ്. അങ്ങനെ എല്ലാ ബൗളർമാരെയും തച്ചു തകർത്ത് കളിക്കുകയാണ്. 4 വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും ഇംഗ്ലീഷ് നിര. ഈ 2 വിക്കറ്റുകൾ ജേക്കബ് ബഥേലും വിൽ ജാക്സും പുറത്തായാൽ പിന്നെ സാം കുറാനും ഡോസനും ഓവർട്ടണുമാണ് വരാനുള്ളത്. അവർ ഒരുപക്ഷെ ഈ 2 വിക്കറ്റുകൾ വളരെ പെട്ടെന്ന് വീണാൽ ഈ വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന കരുത്തുള്ള ബാറ്റർമാരല്ല എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ഓൾറൗണ്ടർമാരാണ് അവരിൽ സാം കുറാനും ഓവർട്ടണും ഡാവ്സനും ഒക്കെ. അതുകൊണ്ട് തന്നെ തുടരെ വിക്കറ്റുകൾ വീഴുക എന്നതായിരിക്കും ഒരുപക്ഷെ ഭാരതം ലക്ഷ്യമിടുന്നത്. നിലവിൽ കൈവിട്ട അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ആവേശകരമായ അന്ത്യത്തിലേക്ക് മത്സരം നീങ്ങുന്നു എന്ന് വേണം പറയാൻ. അവരുടെ ഫിൽ സാൾട്ടിനെ 2ാമത്തെ ഓവറിലെ ആദ്യ പന്തിൽ ഹാർദിക് പാണ്ഡ്യ പുറത്താക്കുന്നു. അതിനുശേഷം ജോസ് ബട്ട്ലറെ വരുൺ ചക്രവർത്തി ക്ലീൻ ബൗൾഡാക്കുന്നു. ഈ വരുൺ ചക്രവർത്തിയുടെ ആദ്യ ഓവറിൽ 23 റൺസാണ് ഇംഗ്ലണ്ട് സ്കോർ ചെയ്തത്. ഹാരി ബ്രൂക്കിനെ ഒന്നാന്തരം ഒരു ക്യാച്ചിൽ പിന്നിലേക്ക് ഓടി ഒരു ഉഗ്രൻ ക്യാച്ചിൽ അക്സർ പട്ടേൽ ബുംറയുടെ പന്തിൽ പുറത്താക്കിയെങ്കിലും പിന്നീടെത്തിയ ജേക്കബ് ബഥേൽ 71 റൺസോടെ ഇപ്പോൾ ക്രീസിലുണ്ട്. ടോം ബാൻഡനെ അക്സർ പട്ടേൽ 17 റൺസിന് പുറത്താക്കി. പക്ഷേ 5 പന്ത് മാത്രമാണ് ടോം ബാൻഡൻ നേരിട്ടത്. 2 സിക്സും ഒരു ബൗണ്ടറിയും അടിച്ചായിരുന്നു പുറത്തായത്. വിൽ ജാക്സ് ഇപ്പോഴും ക്രീസിലുണ്ട്. അങ്ങനെ ബഥേൽ ജാക്സ് കൂട്ടുകെട്ടിനെ പുറത്താക്കാൻ എത്ര നേരത്തെ പുറത്താക്കാനാകുമോ അതുമാത്രമാണ് ഭാരതത്തിന് മുമ്പിലുള്ള ഒരു ആശ്വാസ വഴി എന്നത് നമ്മൾ എടുത്തു പറയണം. കൃഷ്ണ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സഞ്ജുവിനെ സെഞ്ചുറിയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുവെങ്കിലും മികച്ച ടോപ്പ് സ്കോററായി മാറാൻ സഞ്ജുവിന് കഴിഞ്ഞു. ഒപ്പം ഈ വാങ്കഡെ സ്റ്റേഡിയത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സൂര്യകുമാർ യാദവിന്റെ എന്താ പറയുക ഹോം ഗ്രൗണ്ടാണ്. പക്ഷേ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിനും സാധിച്ചില്ല. എന്തുകൊണ്ടായിരിക്കാം? എങ്ങനെ നോക്കിക്കാണാം ഇവരുടെയൊക്കെ പ്രകടനത്തെ, ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനത്തെ എങ്ങനെ നോക്കിക്കാണാം? അതായത് മുൻപൊരിക്കൽ ഗംഭീർ പറഞ്ഞ ഒരു ട്വീറ്റ്, ഗംഭീറിൻ്റെ ഒരു ട്വീറ്റ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നുണ്ട്. അതായത് ക്രിക്കറ്റിൽ ഭാരതത്തിലെ ഏറ്റവും മികച്ച യുവ ബാറ്ററാണ് സഞ്ജു സാംസൺ. അയാളൊരു വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിലല്ല, യുവ ബാറ്റർ എന്ന നിലയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാറ്ററാണ് എന്ന് ഗംഭീർ പറഞ്ഞു. എന്നിട്ടൊരു ചോദ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു, ആരെങ്കിലും ചർച്ചയ്ക്കുണ്ടോ എന്ന്. ആ ഗംഭീര ചോദ്യം അത് വീണ്ടും ചർച്ചയാകുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ മത്സരത്തിൽ വിൻഡീസിനെതിരെ നിർണായക പോരാട്ടമായിരുന്നു, തോറ്റെങ്കിൽ പുറത്താണ്. ആ മത്സരത്തിൽ 97 റൺസ് എടുത്ത് ടീമിനെ വിജയത്തിൽ എത്തിക്കുന്നു. ഇന്ന് തുടക്കം മുതലേ ആർച്ചറെ തകർത്തടിച്ച് വലിയ ഒരു പ്രകടനമാണ് സഞ്ജു സാംസൺ കാഴ്ചവെച്ചത്. 42 പന്തിൽ 89 റൺസ്, 7 സിക്സ്, 8 ബൗണ്ടറികൾ. അങ്ങനെ 42 പന്തിൽ 89 റൺസ് എടുത്താണ് സഞ്ജു മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട് സഞ്ജുവിനെ. രോഹിത് ശർമ്മ, മഹേന്ദ്ര സിംഗ് ധോണിയൊക്കെ ഈ മത്സരം നേരിട്ട് കാണാൻ എത്തിയിട്ടുണ്ട്. അവരൊക്കെ കൈയടിച്ച് അഭിനന്ദിക്കുന്നതും ചില ഷോട്ടുകൾ കാണുമ്പോൾ അവരുടെ മുഖഭാവം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഒന്നാന്തരം കളിയാണ് സഞ്ജുവിൻ്റെതെന്ന്. അങ്ങനെ സഞ്ജു ഒരുപക്ഷെ ഈ ലോകകപ്പ് തുടങ്ങുന്നതിന് മുൻപ് ന്യൂസിലൻഡിനെതിരായ 5 മത്സരങ്ങളിലും ദയനീയ പ്രകടനം കാഴ്ചവെച്ച് പടിക്ക് പുറത്തേക്ക് പോയ സഞ്ജു അവിടെ ഇഷാൻ കിഷൻ കയറിയിരിക്കുന്നു. എന്നാൽ റിങ്കു ടീമിൽ മോശം പ്രകടനം കാഴ്ചവെച്ചതിനെ തുടർന്ന് സഞ്ജു വീണ്ടും ടീമിലേക്ക് വരുന്നു. അത് മാത്രമല്ല, തുടരെ ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻമാർ കളിക്കാനിറങ്ങുന്നത് കാരണം എതിരാളികൾക്ക് ആനുകൂല്യം കിട്ടുന്നു. തുടരെ അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും ഒക്കെ പുറത്താകുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി സഞ്ജുവിനെ റൈറ്റ് ഹാൻഡഡ് ബാറ്റർ എന്ന നിലയ്ക്ക് ടീമിലേക്ക് പരിഗണിക്കുന്നു. സഞ്ജു തെളിയിച്ച് കാണിക്കുന്നു ഞാൻ ആരാണ് എന്ന്.
ആർച്ചറിന്റെ പ്രകടനം എടുക്കുകയാണെങ്കിൽ എല്ലാവരും ഭയപ്പാടോടെയാണ് ആർച്ചറിന്റെ പ്രകടനത്തെ ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിലയിരുത്തിയത്. കാരണം സഞ്ജുവിനെ T20 3 തവണ പുറത്താക്കിയ ആളാണ്, ഷോർട്ട് ബോളുകൾ എറിയുന്ന വീരനാണ്. പക്ഷേ ഇത്തവണ ഇന്ത്യൻ പിള്ളേർ ആർച്ചറിനെ വെള്ളം കുടിപ്പിച്ചു എന്നുകൂടി പറയണ്ടേ? ടാർഗറ്റ് ചെയ്തു, സഞ്ജു ബട്ട്ലറെ ടാർഗറ്റ് ചെയ്തു എന്ന് പറയണം. കാര്യം ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്യാപ്റ്റൻ ഫാഫ് ഡുപ്ലിസിസ് പറഞ്ഞത് 140 കിലോമീറ്റർ ഏറെ വേഗത്തിൽ തുടരെ പന്തെറിയുന്ന ആർച്ചറെ കളിക്കുക അത്ര എളുപ്പമാവില്ല സഞ്ജുവിന്, അതിനുള്ള കഴിവ് സഞ്ജുവിനുണ്ടോ എന്ന സംശയം തനിക്കുണ്ട് എന്നാണ് പറഞ്ഞത്. മാത്രവുമല്ല, ഈ സഞ്ജു കഴിഞ്ഞ 3 തവണയും ആർച്ചറുടെ പന്തിൽ പുറത്തായിട്ടുണ്ട് കഴിഞ്ഞ മത്സരങ്ങളിൽ. അതാകട്ടെ ഈ മത്സരത്തിന് മുൻപ് 23 ബോളുകൾ ആർച്ചറും എറിഞ്ഞ പന്തുകൾ സഞ്ജു നേരിടുന്നു. 25 റൺസ് എടുത്ത് 3 തവണയും പുറത്താകുന്നു. വലിയ ഷോട്ടുകളൊന്നും പായിക്കാനായില്ല. അതുകൂടി കണ്ടിട്ടായിരിക്കും ഒരുപക്ഷെ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരങ്ങളിലൊന്നായ ഡുപ്ലിസിസ് അത് പറഞ്ഞത്. എന്നാൽ സഞ്ജു ഇന്ന് കരുതിക്കൂട്ടി ഇറങ്ങുന്നു, തുടരെ അടിക്കുകയാണ്. സഞ്ജു 4 സിക്സുകളാണ് ആർച്ചറുടെ ആദ്യ 2 ഓവറിൽ പറത്തിയത്. അതിനുശേഷം തിലക് വർമ്മ ഒരു ഓവറിൽ 3 സിക്സ് അടിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും 4 ഓവറിൽ 61 റൺസ് വഴങ്ങേണ്ടി വരുന്നു ആർച്ചർക്ക്. വളരെ വേദനയോടെ നിരാശയോടെയാണ് ആർച്ചർ കളം വിട്ടുപോയത്. സഞ്ജുവിൻ്റെ ആക്രമണ ബാറ്റിംഗ് അത്രമേൽ പ്രഹരമായിരുന്നു ആർച്ചർക്ക് ഏൽപ്പിച്ചത്.